Good morning, dear students. Welcome to another session of online class. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ആണ്. അപ്പോൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, അവിടെ അക്യുമുലേറ്റഡ് റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ക്യാപിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ്സിലുള്ള എമൗണ്ട് അവിടെ നിന്ന് എന്തിലേക്ക് മാറുന്നു? ടെക്നിക്കലി എന്തിലേക്ക് മാറുന്നു? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറുന്നു. അതുമല്ലെങ്കിൽ അക്യുമുലേറ്റഡ് റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ്സിലിരിക്കുന്ന എമൗണ്ട് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ആ എമൗണ്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ ആ ചേഞ്ച് കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. അതായത് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിനകത്ത്, അല്ലെങ്കിൽ ആ ഹെഡിലുള്ള ഏതെങ്കിലും ഐറ്റത്തിൽ നിന്ന് ഉള്ള എമൗണ്ട് കുറയുകയും അതെവിടേക്ക് മാറുകയും ചെയ്തു? ഷെയർ ക്യാപിറ്റലിലേക്ക് വരികയും ചെയ്തു. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ഉള്ള പ്രോബ്ലംസ് വർക്ക് ചെയ്തു. ഇന്നും ആദ്യം ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാലൻസ് ഷീറ്റ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ബാലൻസ് ഷീറ്റ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാലൻസ് ഷീറ്റിൽ വരുന്ന ആദ്യം ബാലൻസ് ഷീറ്റ് നമുക്ക് തരുന്നു. ആ ബാലൻസ് ഷീറ്റ് നമുക്ക് തരുന്ന സമയത്ത് നമ്മളതിൻ്റെ ഷെയർ ക്യാപിറ്റലിൻ്റെ നോട്ട്സ് നോക്കുന്നു. അപ്പോൾ അതിൽ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്, ഫുള്ളി പെയ്ഡപ്പ് ആണോ പാർട്ട്ലി പെയ്ഡപ്പ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത്തെ പോയിൻ്റ് ആയിട്ടുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അതിനകത്ത് ഉള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ബോണസ് ഇഷ്യൂ നടത്തുന്നത്. ഇതാണ് ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ഐറ്റംസ് പ്രോബ്ലത്തിൽ. മറ്റൊരുപാട് ഐറ്റംസ് ബാലൻസ് ഷീറ്റ് തരും, അതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ നോക്കി എടുത്ത് എഴുതേ വേണ്ടു. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്നും, ബാലൻസ് ഷീറ്റിൽ തരുമ്പോൾ എവിടെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് ഷെയർസും അതിൻ്റെ ഫൈനൽ കോളും നമ്പർ ഓഫ് ബോണസ് ഷെയറൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, എങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 2-3 ക്വസ്റ്റ്യൻസ് ബാലൻസ് ഷീറ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത്. ഇന്നും ആദ്യം സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലെയാണ്. ബാലൻസ് ഷീറ്റുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഫൈനൽ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ബാലൻസ് ഷീറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇന്ന് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് നമുക്ക് തുടങ്ങുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. പേജ് നമ്പർ 327, ഇല്ലസ്ട്രേഷൻ 30. ഞാൻ വായിക്കാം. The following is the balance sheet of Abraham and Company Limited as on 31/3/2016. താഴെ ഫസ്റ്റ് പോയിൻ്റ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ. ഒന്നാമത്തെ നോട്ട് നമ്പർ കൊടുത്തിരിക്കുന്നു, എമൗണ്ട് 6 ലക്ഷമാണ്. പക്ഷേ നമുക്ക് നോട്ടിലേക്ക് പോകാം. നോട്ടിൽ പറയുന്നു 1 ലക്ഷം ഷെയർ ഉണ്ട് 10 രൂപയിൽ, 10 ലക്ഷം അത് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 lakhs ആണ്, അതവിടെ ക്ലോസ് ചെയ്ത് വെക്കണം. ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ 60,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്, 6 lakh ആണ്. അത് നമുക്ക് എന്ത് ചെയ്യുക? അതാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ. രണ്ടാമത്തെ ഐറ്റം ബി പോയിൻ്റ് ആണ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്. അതിൻ്റെ രണ്ടാമത്തെ നോട്ട് നമ്പറാണ് 3 lakh ആണ് എമൗണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ നോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജനറൽ റിസർവ് 2 ലക്ഷവും സർപ്ലസ് 1 ലക്ഷവും രൂപയുണ്ട്. അങ്ങനെയാണ് 3 ലക്ഷം ഉള്ളത്. ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി നമുക്ക് പറയാം. ഒരു ട്രേഡ് പേയബിൾസ് ഉണ്ട്, പിന്നെ ഫിക്സഡ് അസറ്റ്സ്, ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ഉണ്ട്, കറണ്ട് അസറ്റ്സ്, ട്രേഡ് റിസീവബിൾസും ഇൻവെൻ്ററി ഉണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. അതായത് ബാലൻസ് ഷീറ്റ് ടോട്ടൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും അല്ല, അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ബാലൻസ് ഷീറ്റ് ടോട്ടൽ 9,80,000 ഉണ്ട്, 9,80,000. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന് ശേഷം ഒരു പാരഗ്രാഫ് കൂടി തന്നിരിക്കുന്നു. ദ കമ്പനി ഡിസൈഡഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് share of ₹10 each fully paid
ഫോർ എവറി 3 ഷെയർസ് ഹെൽഡ് ഔട്ട് ഓഫ് ജനറൽ റിസർവ്. ഒരു ഷെയർ 10 രൂപ വിലയുള്ള ഒരു ഷെയർ ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ളത് എവറി 3 ഷെയർസ് ഹെൽഡ്. അപ്പോൾ 1:3. ഓരോ ഷെയറും 3 ഷെയറിന്. ഓരോ ഷെയറും 3 ഷെയർ എന്ന് പറയുമ്പോൾ 1:3 ആണ് റേഷ്യോ വരുന്നത് ഒരു ഷെയർ. അപ്പോൾ എത്ര 3 ഷെയർ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 60,000 അല്ലേ, 60,000നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, ബോർഡിൽ തന്നെ വർക്ക് ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ സമ്മറിയിലേക്ക് പോകാം. ഇവിടെ ദ കമ്പനി ഡിസൈഡഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ് at the rate of rupees 10 each, ഫുള്ളി പെയ്ഡ് ഫോർ എവറി 3 ഷെയർസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്പർ ഓഫ് ബോണസ് ഷെയർ $60,000 ഷെയറാണുള്ളത്. ഓരോ 3 ഷെയറിനും ഒരു ഷെയറാണ്. $20,000 ഷെയർസാണ്. എമൗണ്ട് എത്ര വേണം? 10 രൂപയുടെയാണ്. 20,000 into ₹2, that is 2 lakh. 2 ലക്ഷം രൂപയാണ് വേണ്ടത്. ഹെൽഡ് ഔട്ട് ഓഫ് ജനറൽ റിസർവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനറൽ റിസർവ് നോക്കുക എല്ലാവരും. ജനറൽ റിസർവിൽ എത്ര രൂപയുണ്ട്? 2 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഈ 2 ലക്ഷം രൂപ ജനറൽ റിസർവിൽ നിന്ന് എന്തിലേക്ക് എടുക്കുക? ബോണസിലേക്ക് എടുക്കുക. ദെൻ അത് ബോണസ് ഷെയറായിട്ട് 20,000 ഷെയറായിട്ട് ഇഷ്യൂ ചെയ്യാം. ഇനി നമുക്ക് ജേണൽ എൻട്രി എഴുതണം. ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. അതാണ് ഇപ്പോൾ അത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. ജേണലൈസ് ചെയ്യാൻ എളുപ്പമാണ്. എവിടെയാണ് പണം ഇരിക്കുന്നത് നോക്കുക. നമുക്ക് എടുക്കാൻ പറ്റുന്ന പണം എവിടെയാണ്? ഈ ക്വസ്റ്റ്യനിൽ ഡയറക്ഷൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ജനറൽ റിസർവിലുള്ള എമൗണ്ടിൽ നിന്നാണ് എടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒന്നും സംശയിക്കാനില്ല. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 2 lakh. 2 എന്താണ്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എത്രയാണ്? 2 lakh. നരേഷൻ being amount transferred. എമൗണ്ട് മാറ്റി. ഇനി എന്ത് ചെയ്യണം? ഈ ബോണസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് കൊടുക്കണം? ഷെയർ ക്യാപിറ്റൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണം. എത്ര നമ്പറാണ്? 20,000 നമ്പർ 10 രൂപയുടെ 20,000 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണം. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് narration being issue of 20,000 bonus
ഇഷ്യൂ ഓഫ് 20,000 ബോണസ് ഷെയർസ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഈ പ്രോബ്ലം കഴിഞ്ഞു, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാലൻസ് ഷീറ്റ് വരയ്ക്കുക എന്നുള്ളതാണ്. ബാലൻസ് ഷീറ്റിൽ പഴയ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് വേണം പുതിയത് വരയ്ക്കാൻ. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. പഴയ ബാലൻസ് ഷീറ്റിൽ നോക്കുക, എന്നിട്ട് ജനറൽ റിസർവിലുള്ള 2 ലക്ഷം രൂപയുണ്ട്, 2 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ അത് ഉണ്ടാവില്ല. കാരണം എന്താ, ജനറൽ റിസർവ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ ഇപ്പോഴുള്ള ഷെയർസ് 60,000 ആണ്. അതിൻ്റെ കൂടെ ഒരു 20,000 കൂടി 80,000 ഷെയർസായിട്ട് മാറും. അപ്പോൾ ക്യാപിറ്റൽ 6 ലക്ഷമുള്ള ക്യാപിറ്റൽ എത്രയായിട്ട് മാറും, 8 ലാഖായിട്ട് മാറും. പിന്നെ നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. നമുക്ക് ബാലൻസ് ഷീറ്റ് ഫില്ല് ചെയ്യാം. ബാലൻസ് ഷീറ്റിൽ ആദ്യം തന്നെ, അപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യനിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ആലോചിച്ച് അല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിച്ച് എഴുതേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ എഴുതുക. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ എഴുതുക. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആദ്യം, അതിന് താഴെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലാണ് എന്ത് വരുന്നത്, ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും. അത് രണ്ടുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഷെയർ ക്യാപിറ്റൽ എഴുതുക, എന്നിട്ട് നോട്ട് നമ്പർ 1. ഇനി നോട്ട്സ് ടു അക്കൗണ്ടിലേക്ക് പോവുക, അവിടെ നോട്ട് നമ്പർ 1 കൊടുക്കുക, ഹെഡിങ് കൊടുക്കുക ഷെയർ ക്യാപിറ്റൽ. ഈ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഴുവൻ ഡീറ്റെയിൽസ് അവിടെ എഴുതണം എന്നുള്ളതാണ്. എന്തൊക്കെയാണോ നമുക്കറിയാവുന്നത് ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 lakh ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആണ്. at the rate of ₹10. അപ്പോൾ 10 ലക്ഷം. അത് ഓതറൈസ്ഡ് ആണ്, ഇത് മുഴുവൻ ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്ത് വയ്ക്കുക. രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്, 80,000. അപ്പോൾ ഈ 80,000 ഷെയർസിൽ എന്തുണ്ട്, 20,000 ഉണ്ട് കേട്ടോ. പഴയ ബാലൻസ് ഷീറ്റിൽ 60,000 ആണ്, 60,000 ആണ്. അപ്പോൾ പഴയതിൻ്റെ കൂടെ നമ്മൾ പുതിയത് കൂടി കൂട്ടി, 20,000 കൂടി കൂട്ടി ഷെയർസ് at the rate of ₹10. at the rate of ₹10. അപ്പോൾ അവിടെ 8 ലക്ഷം. ഇതാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി താഴേക്ക് എഴുതിയിട്ട് ടോട്ടൽ എഴുതേണ്ടതാണ്, പക്ഷെ ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ അത് ഇവിടേക്ക് എഴുതുക. $8 lakh ആണ് നമ്മുടെ. ഇവിടെ ഒരു കാര്യം കൂടി എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. 20,000 shares being issued as bonus shares. അതായത് 80,000 ആണ് ടോട്ടൽ ഷെയർസ്, അതിൽ 20,000 ഷെയർ ബോണസ് ഷെയർ ആയിട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് രണ്ടാമത്തെ ഐറ്റം ബി പോയിൻ്റ്.
റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ നോട്ട് നമ്പർ 2 ആണ്. ഇവിടെ എഴുതി നോട്ട് നമ്പർ 2. ഹെഡിങ് കൊടുക്കുക, റിസർവ്സ് ആൻഡ് സർപ്ലസ്. എഴുതി കഴിഞ്ഞ് പഴയ ബാലൻസ് ഷീറ്റ് നോക്കുക. അവിടെ ജനറൽ റിസർവ് 2 ലക്ഷം ഉണ്ട്. അത് പക്ഷേ നമ്മൾ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള സർപ്ലസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ സർപ്ലസ് എഴുതുക. സർപ്ലസ് പ്രോഫിറ്റ് ആണ്. സർപ്ലസ് 1 lakh. ഒരായിട്ടുള്ള കാരണം കൊണ്ട് അതെടുത്തു, ഡബിൾ ലൈൻ ചെയ്തു, ആ ഫിഗർ ഇങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് അതിൽ ഒരൈറ്റേ ഉള്ളൂ. ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസ് 80,000. അത് പഴയ ഫിഗർ തന്നെ എടുത്ത് എഴുതുക, 80,000. ഇനി വേറെ ഒന്നും എഴുതാനില്ല. ലയബിലിറ്റി സൈഡിൽ അണ്ടർലൈൻ ചെയ്യുക, താഴേക്ക് കൂട്ടിയിടുക. അപ്പോൾ 9,80,000, 9,80,000. ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടലിലൊന്നും യാതൊരു മാറ്റവും വരില്ല. കാരണം എന്താണ്? ഇവിടെ റിസർവ് ഉള്ളത് മാറിയിട്ട് ക്യാപിറ്റലിലേക്ക് മാറി അല്ലേ? ജനറൽ റിസർവ്, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഉണ്ടായിരുന്നത് എന്തായിട്ട് മാറി? ക്യാപിറ്റലിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് അസറ്റ് സൈഡാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നോട്ട്സ് ടു അക്കൗണ്ട് ആവശ്യം കഴിഞ്ഞ കാരണം കൊണ്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ നോട്ട്സ് ടു അക്കൗണ്ട് ഇവിടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ കുട്ടികളത് ശ്രദ്ധിക്കണം. നിങ്ങൾ വർക്കിംഗ് നോട്ടായിട്ട് തന്നെ നോട്ട്സ് ടു അക്കൗണ്ട് കൃത്യമായിട്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ ഞാനിത് ബോർഡിൽ സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ട് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് അസറ്റ്സ് ആണ് എഴുതേണ്ടത്. അസറ്റ് സൈഡിൽ തൊട്ട് താഴെ അസറ്റ്സ് എന്ന് റെക്കോർഡ് ചെയ്തിട്ട് അസറ്റ്സ് എഴുതണം. അടുത്ത ഹെഡിങ് കൊടുക്കുക, അസറ്റ്സ്. അസറ്റ്സിലെ ആദ്യം ഫിക്സഡ് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ്സ് എന്നാണ് എഴുതിയിട്ടാണ് ഫിക്സഡ് അസറ്റ്സ് എഴുതേണ്ടത്. നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ ഫോർമാറ്റിൽ എഴുതി പോവുകയാണ്. ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ടാഞ്ചിബിൾ അസറ്റ്സ് അത് 6 lakhs. ബി പോയിൻ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 80,000. നമ്മളിപ്പോൾ ഈ ബോണസ് ഇഷ്യൂ ചെയ്തതുകൊണ്ട് അസറ്റ് സൈഡിലൊന്നും ഒരു റിഫ്ലക്ഷനും ഉണ്ടാക്കുന്നില്ല. യാതൊരു മാറ്റവും അവിടെ വരുന്നില്ല. രണ്ടാമത്തെ പോയിൻ്റ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിലെ എ പോയിൻ്റ് ട്രേഡ് റിസീവബിൾ. ട്രേഡ് റിസീവബിൾ 2 lakhs. ബി പോയിൻ്റ് ഇൻവെൻ്ററി. ഇൻവെൻ്ററി 1 lakh.
ഇനി വേറൊന്നും എഴുതാനില്ല, അപ്പോൾ അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ 6 2 8 1 9 9,80,000. അപ്പോൾ ടോട്ടൽ അസറ്റ് സൈഡ് ലയബിലിറ്റി സൈഡ് ടോട്ടൽ. അപ്പോൾ ഈ ടോട്ടലിൽ മാറ്റം വരില്ല ഇത്തരം ക്വസ്റ്റ്യനിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർഷനും അതുപോലെ തന്നെ നോട്ട്സ് ടു അക്കൗണ്ടാണ് നമുക്ക് മാറ്റാനുള്ളൂ അല്ലെങ്കിൽ പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ ക്വസ്റ്റ്യനിലുള്ള പോലെ എഴുതി വയ്ക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 327 മറ്റേ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ തന്നെ 327 ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അക്ബർ ലിമിറ്റഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് 1 lakh equity shares of ₹10 each. The company resolved to issue 2 bonus shares of ₹10 each at ₹12 per share for every 5 shares held. The company has the following balances. First point, general reserve 80,000. 2, profit and loss account credit balance ആണ് 1 lakh. 3, securities premium 3 lakh. Give journal entries. ഇത് നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർക്കിംഗ് നോട്ട് നോക്കാം. അക്ബർ ലിമിറ്റഡിന് ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ളത് 1 lakh ഇക്വിറ്റി ഷെയർസ് ആണ്. ഷെയർസ് ഓഫ് ₹10 each. The company resolved to issue 2 bonus shares. 2 bonus shares of ₹10 for ₹12 for every 5 shares held. ഓരോ 5 ഷെയറിനും 2 ഷെയർ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബോണസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് അതാദ്യം കണ്ടുപിടിക്കണ്ടേ. എത്രയാണ്? ആകെ ഉള്ളത് 1 lakh ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഷെയർ 1 lakh ആണ്. ഓരോ 5 ഷെയറിനും 2 ഷെയർ വീതം. അപ്പോൾ 2:5 ആണ് റേഷ്യോ. അപ്പോൾ ഓരോ 5 ഷെയർ ഇങ്ങനെ ഇൻറ്റു 2. അപ്പോൾ 5 10 2 20,000 ഇൻറ്റു 2 ഈക്വൽ ടു 40,000 ഷെയർസ്. ഇനി എമൗണ്ട് അറിയണ്ടേ? എമൗണ്ട് ഓഫ് ബോണസ് എത്രയാണ് എമൗണ്ട് വേണ്ടത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ? 40,000 ഷെയറിന് 12 രൂപ, 2 രൂപ പ്രീമിയമാണ്. അപ്പോൾ 40,000 80,000 സോറി 4 ലക്ഷം. 40,000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഫേസ് വാല്യൂ തന്നെ 4 ലക്ഷം വരുന്നു അല്ലേ? പ്രീമിയം എത്രയാണ്? 80,000. അങ്ങനെ 4,80,000 ആണ് നമുക്ക് ബോണസ് ഇഷ്യൂവിന് വേണ്ടുന്ന എമൗണ്ട്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ബോണസ് ഇഷ്യൂ ആണെന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമല്ല. എത്ര ഷെയർ വേണം? 1 lakh ഷെയറാണ് എക്സിസ്റ്റിംഗ് ഷെയർ. ഓരോ 5 ഷെയറിന് 2 ഷെയർ. അപ്പോൾ എത്ര 5 ഷെയർ ഉണ്ടെന്ന് അറിയാൻ 1 lakhനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 20,000 കിട്ടി. ഇൻറ്റു 2 40,000 ആണ് നമ്പർ ഓഫ് ഷെയർസ്. ഇനി അതിനെ ഒരു ഷെയറിന് 12 രൂപ വേണം. അപ്പോൾ 40,000 ഇൻറ്റു 12 ദാറ്റ് ഈസ് 4,80,000 റുപ്പീസ് വേണം. നമുക്ക് തന്നിട്ടുള്ളത് ജനറൽ റിസർവിൽ 80,000, പി ആൻഡ് എൽ അക്കൗണ്ടിൽ 1 lakh, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ എത്രയാണ്?
3 lakh. ഇത്രയൊക്കെയാണ് വന്നിട്ടുള്ളത്. 3 ലക്ഷം സെക്യൂരിറ്റി പ്രീമിയം, 1 ലക്ഷം P&L അക്കൗണ്ടും 80,000 ജനറൽ. ആകെ ടോട്ടൽ എമൗണ്ട് കറക്റ്റാണ്. അപ്പോൾ അത് മുഴുവൻ എടുക്കേണ്ടി വരും നമുക്ക് കേട്ടോ. മുഴുവൻ എടുത്താൽ മാത്രമേ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് ജേണലൈസ് ചെയ്യാം. ജേണലൈസ് ചെയ്യാൻ തന്നിട്ടുള്ള ഓർഡറിൽ ഇങ്ങോട്ട് എടുക്കാം. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ. ജനറൽ റിസർവിന് 80,000, 80,000. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 1 lakh. അടുത്ത സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 3 lakh. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടി ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 4,80,000. നരേഷൻ being amount transferred to bonus. Amount transferred to bonus. ഇനി ബോണസ് ഉപയോഗിച്ച് എന്ത് കൊടുക്കാം? ഈ ബോണസ് ഉപയോഗിച്ച് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ദാറ്റ് ഈസ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. $4,80,000 to ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 40,000 into 10 is equal to 4 lakh. To securities premium. Securities premium account. That is 80,000. Narration being 40,000 bonus shares issued with a premium of ₹2 per share. With a premium of ₹2 per share. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതിൻ്റെ സമ്മറി ആയിട്ട് എഴുതിയത് വർക്കിംഗ് നോട്ടിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി അടുത്ത പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 327 തന്നെ 27th ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആരവ് ലിമിറ്റഡ് ഹാസ് 50,000 equity shares of ₹10 each, ₹7 per share called up. Resolution is passed to declare bonus to make the shares fully called up
and to issue bonus shares in the rates of 1:5. The company has a reserve fund of rupees 5 lakh. Give journal entries. നമുക്കിതിൻ്റെ സമ്മറിയിലേക്ക് പോകാം. Arav Limited has 50,000 equity shares of rupees 10 each. അപ്പോൾ 50,000 ഇക്വിറ്റി ഷെയർസ് ആണുള്ളത് ഓഫ് rupees 10 each. rupees 7 called up. rupees 7 called. Resolution is passed to declare bonus to make the shares fully called up and to issue bonus shares. അപ്പോൾ ഡിക്ലെയർ ബോണസ് ടു മേക്ക് ദ ഷെയർസ് ഫുള്ളി കോൾഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഈ ഷെയർ ഫുള്ളി കോൾഡ് അപ്പ് ആക്കാൻ കൂടി റെസൊല്യൂഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബോണസ് റിക്വയർഡ് to make final call അല്ലെങ്കിൽ make fully paid എന്ന് പറയുന്നത് 50,000 into rupees 3 1,50,000. ഇതാണ് ഫൈനൽ കോള് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ബോണസ്. ബോണസ് ഷെയർസ് ആൻഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ് ഇൻ ദ റേറ്റ്സ് ഓഫ് 1:5. അപ്പോൾ ഇത് കഴിഞ്ഞു, ഒന്നാമത്തെ കഴിഞ്ഞു. സെക്കൻഡ് അങ്ങനെ പോയിൻ്റ് ഒന്നും ഇട്ടിട്ടില്ല, ആൻഡ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ് ഇൻ ദ റേഷ്യോ ഓഫ് 1:5. ദ കമ്പനി ഹാസ് എ റിസർവ് ഫണ്ട് ഓഫ് rupees 5 lakh. കമ്പനിക്ക് ഞാനിവിടെ താഴെ എഴുതി വയ്ക്കുന്നുണ്ട്, റിസർവ് ഫണ്ട് ഉണ്ട് 5 ലക്ഷം രൂപയുടെ റിസർവ് ഫണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1:5 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഈസ് ഈക്വൽ ടു ഇപ്പോഴത്തെ ആകെയുള്ള ഷെയർ എത്രയാണ്? 50,000 ഷെയറാണ്. ഡിവൈഡ് ബൈ 1:5 എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു എത്രയാണ്? 10,000 ഷെയർസ്. 10,000 ഷെയറാണ് നമുക്ക് ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇനി എമൗണ്ട് റിക്വയർഡ് ടു ഇഷ്യൂ fully paid bonus shares. Bonus shares is equal to 10,000 into rupees 10 is equal to 1 lakh. അപ്പോൾ ഇവിടെ 1 lakhും വേണം, ഇവിടെ 1,50,000 വേണം. അങ്ങനെ 2,50,000 ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബോണസ് ഇഷ്യൂ നടത്താം കേട്ടോ. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ജേർണൽ എഴുതാം. നമുക്ക് ജേർണലൈസ് ചെയ്യാം. ആദ്യം ഫണ്ട് ഇരിക്കുന്നത് റിസർവ് ഫണ്ടിലാണ്. റിസർവ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ. ആദ്യം നമുക്ക് പാർട്ട്ലി പെയ്ഡുള്ള ഫുള്ളി പെയ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം.
to bonus to shareholders account 1,50,000. നരേഷ് എഴുതുക being amount transferred to bonus. Amount transferred to bonus. അടുത്ത ജേർണൽ എൻട്രി ഫൈനൽ കോൾ ഡ്യൂ ആക്കാണ്. ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ 50,000 ഷെയർ ആണ്. ഫൈനൽ കോള് 3 രൂപയാണ്. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1,50,000. being share final call due. ഫൈനൽ കോള് ഡ്യൂ ആയിട്ടുണ്ട്. ഇനി ആ ബോണസ് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 1,50,000 to equity share final call account 1,50,000. നരേഷ് എഴുതുക being bonus utilized. ഇത് കഴിഞ്ഞാൽ അടുത്ത ഒരു ബോണസ് കൂടിയുണ്ട്. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടുവച്ചതാണ് 50,000 ഷെയറിൽ 5:1 ആണ്. അപ്പോൾ ഇവിടെയുള്ള 50,000 ഷെയറിന് 10,000 ഷെയറാണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ 10,000 ഷെയറിന് 10 രൂപ വെച്ച് 1,00,000. റിസർവ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ 1,00,000 to bonus to shareholders account 1,00,000 തന്നെ. നരേഷൻ amount transferred to ബോണസ്. നമുക്ക് അടുത്ത ജേർണൽ എൻട്രി എഴുതണം. അടുത്ത ജേർണൽ എൻട്രി ബോണസ് ടു
ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 1 lakh, to equity ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ നമുക്കറിയാം 10,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. 10,000 ഇൻറ്റു ₹10. 10,000 ഷെയർ 10 രൂപയിലാണ്. അങ്ങനെയാണ് 1 lakh rupees വരുന്നത്, വാല്യൂ വരുന്നത്. നരേഷനായിട്ട് എഴുതാം. ഇഷ്യൂ ഓഫ് 10,000 bonus shares at the rate of ₹10 each. അപ്പോൾ ഇതൊരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബോണസിൽ വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ആണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ നമ്പർ ഓഫ് ബോണസ് ഷെയർസ് നമുക്ക് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കാനുണ്ട്. എത്രയാണ് നമ്പർ ഓഫ് ബോണസ്, ആ റേഷ്യോ പറയുമ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ 1:5 എന്നുള്ള റേഷ്യോ പറഞ്ഞു. അങ്ങനെ റേഷ്യോ പറയുന്ന സമയത്ത് അത് കാൽക്കുലേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ രണ്ടും കൂടിയുള്ള ഇപ്പോൾ നമ്മൾ ചെയ്തില്ലേ, അതായത് പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അതേസമയം ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ബോണസ് ഷെയർ എക്സിസ്റ്റിംഗ് ഷെയറിൻ്റെ റേഷ്യോയിൽ ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ബോണസ് ഷെയറിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം. ദെൻ അതിന് പ്രീമിയം കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് എത്ര വേണമെന്ന് കണ്ടുപിടിക്കണം. ആ എമൗണ്ടിനുള്ള തക്കതായിട്ടുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, ബാലൻസ് ഷീറ്റ്. ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ 2 ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബാലൻസ് ഷീറ്റിൽ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റുള്ള ക്വസ്റ്റ്യൻസും മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുട്ടികൾ കൂടുതൽ ക്വസ്റ്റ്യൻസ്, നമുക്ക് സമയം ഇല്ലെങ്കിൽ കൂടി കുറേ അധികം ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തു. ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കുട്ടികൾ വർക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.